ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലീക്കേജ് ഡിറ്റക്ടറും അതിനോടനുബന്ധിച്ച് നമ്മളൊരു പൈപ്പ് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഡിറ്റക്റ്റ് ചെയ്യാമെന്നും ആ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും അതിന് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ താമസിയാതെ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു ലീക്കേജ് ഉണ്ടെങ്കിൽ ആ ലീക്കേജ് എവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേഷനല്ല, ആ ലീക്ക് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഒരു ഹാൻഡ് ടെസ്റ്റ് പമ്പാണ്. അത് ഏത് റേഞ്ചിലുള്ളതായാലും കുഴപ്പമില്ല. കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് പ്രഷറും അതിൻ്റെ ഗേജൊക്കെ നല്ല ആക്യുറസി ആയിട്ടുള്ളൊരു ഗേജ് കിട്ടും. അതായത് നമ്മളിപ്പോൾ ഇതിൽ ബാർ PSI ആണ് ഇതിൽ നമ്മളെ ഗേജ് മീറ്ററിലുള്ളത്. അപ്പോൾ നമ്മളൊരു ബാറ് 10 ബാർ അതല്ലെങ്കിൽ 15 ബാർ 6 ബാർ ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ പൈപ്പിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. ഇതിപ്പോൾ PPR പൈപ്പാണ്. അപ്പോൾ ഈ PPR ആകുമ്പോൾ നമ്മൾ ധൈര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ PN20 വെക്കും. മാക്സിമം പോയാൽ PN20 വെച്ചിട്ടാണ് ഇതിൻ്റെ ലീക്കേജ് എവിടെയെന്ന് കറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം നമ്മൾ കൃത്രിമമായിട്ട് അവിടെ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അവിടെ ഒരു ലീക്കേജ് ഉണ്ടാക്കണം. അപ്പോൾ അത് മാക്സിമം പോയാൽ നമ്മൾ 20 ബാർ വരെ പോകും. 20 ബാർ വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈപ്പിൻ്റെ ഉള്ളിലുള്ള ലീക്കേജ് എവിടെയെന്നുള്ളത് നമുക്ക് ആ ഡിറ്റക്ടർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഡിറ്റക്ടറിനെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മളെ ഡിറ്റക്ടർ. HY929 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീക്കേജ് ഡിറ്റക്ടറാണ്. ഇതൊരു ചെറിയ റേറ്റിൽ വരുന്ന ഒരു ഡിറ്റക്ടറാണ്. ഏകദേശം 8 രൂപയിൽ 8000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 15000 രൂപ വരെ അതിൻ്റെ ഓരോരോ ബാൻഡ് വിടുത്തിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് പിന്നെ വരുന്നത്. അപ്പോൾ നോയ്സ് ബാൻഡിൻ്റെ വിടുത്ത് കൂടുന്നതിനനുസരിച്ച് നമുക്കിതിൻ്റെ നോയ്സ് നമ്മൾ നോയ്സാണിത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പം മാക്സിമം എവിടെയാണ് നോയ്സ് കൂടുതൽ കിട്ടുന്നത് നോക്കും. അതിനായിട്ട് ഹെഡ്ഫോണ്, ഇതിൻ്റെ കൂടെ വരുന്ന ഹെഡ്ഫോണ് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. പക്ഷെ നമ്മൾ മാക്സിമം നല്ല ഹെഡ്ഫോൺ ഒരു 2000-2500 രൂപയ്ക്കൊക്കെ വരുന്ന നല്ല ഹെഡ്ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ഹെഡ്ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈ സാധനം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം എങ്ങനെയാണോ നമുക്ക് ഒഴുകിയിട്ട് വെള്ളം പുറത്ത് കാണാതെ മണ്ണിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് ടൈൽസിന് ഞാൻ ഉദ്ദേശിച്ചത് 1/2 മീറ്റർ 1 അടീൻ്റെ ഗ്യാപ്പിലാണ് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ വെള്ളം സ്പ്രെഡായി പോകുന്നുണ്ടെങ്കിൽ ആ സ്പ്രെഡാവുന്ന ആ നോയ്സാണ് നമുക്കിതിൽ കിട്ടുക. അതല്ല വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴുകുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ടാണ് നമുക്ക് കേൾക്കുക. അല്ലാതെ ഒരിക്കലും ഗ്രാഫ് അല്ല. ഇതിൻ്റെ ആ ബാർ ഗ്രാഫ് ഒരിക്കലും നമുക്ക് കിട്ടില്ല. ആ ബാർ ഗ്രാഫ് കിട്ടുന്ന മെഷീന് ഏകദേശം 1,16,000 രൂപ വിലയാണ്. അപ്പോൾ ആ ഒരു മെഷീൻ വെച്ച് നമുക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് മാക്സിമം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിപ്പോയാൽ നമുക്കൊരു 5000 രൂപ വരെ ഇതിന് ഫീസ് ഈടാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മേലേക്കൊന്നും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യൂല ഈ ക്ലയൻറ്റ്. അപ്പോൾ അത് വെച്ച് നമുക്ക് നമ്മളെ ജോലിയിൽ വർക്കിൽ പ്രൊഫഷണലായി ക്വാളിറ്റി കൂട്ടിക്കൊണ്ടുപോകുന്നല്ലാതെ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രോഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനത്തെ മെഷീനൊന്നും നമ്മൾ എടുത്ത് വർക്ക് ചെയ്താൽ അതിനോട് നമുക്ക് താല്പര്യമില്ല. പക്ഷേ അത് ആവശ്യക്കാർക്ക് നമുക്ക് ഇതിൽ പ്രൊഫഷണലായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള മെഷീനറികൾ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ലൊക്കേഷൻ, അതായത് പൈപ്പിൻ്റെ ലൊക്കേഷൻ ഏകദേശം ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്ക് മാർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ബോഷിൻ്റെ DTouch120 എന്ന് പറയുന്ന ഒരു സ്കാനർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് നമ്മൾ ആ എവിടെയാണോ ലീക്കേജ് കണ്ടത്, അതായത് ലീക്കേജ് ബാത്റൂമോ അല്ലെങ്കിൽ പുറം വശം ഏതാണോ ഏത് ഭാഗത്തു നിന്നാണെന്നുള്ളത് ഏകദേശം ഒരു രൂപം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റക്ടറാണിത്. DTouch120 എന്ന് പറഞ്ഞിട്ടുള്ള ഡിറ്റക്ടർ അല്ല, വാൾ സ്കാനർ. അപ്പോൾ ഈ സ്കാനർ എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഏകദേശം ഇപ്പോൾ 19,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ മേടിക്കുന്നതെന്ന് 21 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ അടുത്തായി. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മൾ
ഇതിൻ്റെ അടിയിൽ കൂടെ എന്താണോ ഇതിൻ്റെ അടിയിലുള്ളത് അതിനെയാണ് ഇത് സ്കാൻ ചെയ്യുക. അപ്പോൾ ഇതിന് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് ഇരുമ്പിൽ വാർപ്പിൽ ഇത് ചെയ്യുക, രണ്ടാമത് നമുക്ക് ബ്രിക്കിൽ ചെയ്യുക, മൂന്നാമത് നമുക്ക് വുഡിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ ഹാൻഡ് ടെസ്റ്റ് പമ്പിൻ്റെ ഈ റാഡാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ സർക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര വൈഡാണ് കിട്ടുക. നിങ്ങളിതിൻ്റെ ഈ ഗ്യാപ്പ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇരുമ്പിൽ നമുക്ക് അത്രയും വൈഡായിട്ട് കിട്ടും. ഏകദേശം ഒരടി തന്നെ നമുക്ക് വൈഡായിട്ട് നമുക്ക് ഒരു ലാസ്റ്റ് സർക്കിള് ഇത്രയും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിലേക്ക് താന്ന് പോകുമ്പോൾ നമുക്ക് അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ വലിപ്പം, ആ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് വലിയ സിഗ്നലാണ് നമുക്ക് കിട്ടുക. സ്റ്റീലിലേക്ക് പോകുമ്പോഴാണ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇത് അലുമിനിയാണ് കേട്ടോ, ഈ ഭാഗം അലുമിനിയാണ്. ഈ അലുമിനിയിലേക്ക് വരുമ്പോൾ നമുക്ക് സിഗ്നൽ കുറഞ്ഞാണ് വരുന്നത്. ഞാൻ ഈ ഒരു ഭാഗത്ത് ഇട്ടിട്ട് നേരെ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ ഇരുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് കൂടി. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇരുമ്പിൻ്റെ ഓപ്ഷനിൽ ഇട്ടുകൊണ്ടാണ് നമ്മൾ PVC ഈ സ്കാൻ ചെയ്യുക. അപ്പോൾ പൈപ്പിൻ്റെ ഏകദേശം ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ, പൈപ്പ് സെൻട്രലാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിൽ അതിൻ്റെ ആ ഒരു പ്ലസ് പോയിൻ്റ് ഇതിൽ കാണിക്കും, ഒരു മാർക്ക്. ആ പ്ലസ് പോയിൻ്റ് മാർക്ക് കാണിച്ചു കഴിഞ്ഞാൽ പൈപ്പ് ഇതിൻ്റെ സെൻട്രലാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആരോ മാർക്കുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സാധനവും നമ്മൾ ഡിറ്റക്ടറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ലീക്കേജ് ഡിറ്റക്ടറിൻ്റെ കൂടെ ഈ ഒരു സാധനം കൂടി നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സ്കാനറിന് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു എല്ലാങ്കി സെറ്റാണ്. എല്ലാങ്കി സെറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലുള്ള മീറ്ററുകളൊക്കെ വെച്ച് ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ പൈപ്പിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഊരി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലൊരു ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു മീറ്റർ, ആ മീറ്റർ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കും. ആ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ഈ ഹോസ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. കറക്റ്റ് ഇത് ഹൈഡ്രോളിക് ഹോസാണ്. 5 മീറ്ററിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ക്രിമ്പ് ചെയ്തെടുത്ത ഒരു ഹോസാണ്. JCBൻ്റെയൊക്കെ ഹൈഡ്രോളിക് ഹോസാണിത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാങ്കി എടുക്കുന്ന 12ൻ്റെ എല്ലാങ്കി പലപ്പോഴും ചില ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ എൽബോൻ്റെ പോയിൻ്റ് ഉള്ളിലേക്കായിരിക്കും. ആ എൽബോ പോയിൻ്റ് ഉള്ളിലാകുമ്പോൾ നമ്മളെ ഈ ഭാഗം ഇത്ര പോയിൻ്റ് ത്രെഡ് നമുക്ക് കയറില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ കുറച്ച് ലെങ്ത് ആക്കിയിട്ട് ഈ ത്രെഡ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് വെച്ച് കയറ്റി കളയാം. ഇത് കയറ്റിയിട്ട് ഇതിലേക്കാണ് നമ്മൾ പ്രഷർ ടെസ്റ്റ് കൊടുക്കുന്നത്. ഇതിലേക്ക് ടെസ്റ്റ് കൊടുത്തിട്ട് ഇത് ബാറായി കഴിഞ്ഞാൽ, ഏകദേശം ഒരു 10 ബാർ 15 ബാറായി കഴിഞ്ഞാൽ നമ്മൾ ഇത് ലോക്ക് ചെയ്യും. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എവിടെയാണോ ബാത്റൂമിൽ സെക്ഷൻ വാൽവ് പുറത്ത് പൂട്ടിയിട്ടാണ് നമ്മൾ അകത്ത് ചെക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് കൺഫേം ആക്കാം എവിടെയാണ് ഇത് പറ്റിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വീട്ടിലിങ്ങനെ ആശാരി, അതായത് ബേസിൻ്റെ കൗണ്ടർ ബോക്സ് അടിച്ചപ്പോൾ ഡ്രില്ലിങ് നേരെ PPR പൈപ്പിന് കൊണ്ടു. പക്ഷേ പൈപ്പ് ലീക്കേജ് വരുന്നുണ്ട്. പക്ഷെ അത് എവിടെ നിന്നാണെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ആ ലീക്കേജിന് ഒന്നുകൂടി സ്പീഡ് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യും, ഇതുപോലുള്ള പ്രഷർ പമ്പുകൾ വെച്ചിട്ട് ഫോഴ്സിൽ നമ്മൾ ഒരു 15 ബാർ 20 ബാർ പ്രഷർ മാക്സിമം കൊടുക്കും. 20 ബാറൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, CPVC പൈപ്പല്ല, PPR പൈപ്പിൽ 20 കൊടുക്കാൻ പറ്റുള്ളൂ. CPVC ആണെങ്കിൽ എന്തായാലും പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ഒരു കംപ്ലൈൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്യല്ല, ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടുത്തെ വെള്ളം ഇതിലേ വരുന്നതെന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലീക്കേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും എവിടെ നിന്നാണ് ആ ലീക്കേജ് വരുന്നതെന്നും നമ്മൾ ചെറിയൊരു വീഡിയോ വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ലീക്കേജ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ, ഇങ്ങനത്തെ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വശങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വർക്ക് എടുക്കാൻ കഴിയും.
പിന്നെ ഈ ലീക്കേജ് ഡിറ്റക്ടറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ആണ്. ഇത് മാക്സിമം നമ്മളെ എക്സ്പീരിയൻസിൻ്റെ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ഈ ഡിറ്റക്റ്റ് ചെയ്യാൻ നോയ്സ്, വെള്ളത്തിൻ്റെ നോയ്സ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ നമ്മളെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ ആ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ പോകുന്ന വെള്ളം സ്പ്രെഡ് ആവുകയാണോ അതോ ഫ്ലോ ആണോ എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ മാക്സിമം നമ്മളെ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ പ്രധാനം. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഒരുപാട് ട്രയലുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഒരു ബാത്റൂമൊക്കെ ലൊക്കേഷൻ ബാത്റൂമിൽ തന്നെയാണ് ലീക്കേജ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ടൊന്നും മാത്രമാണ്. പിന്നെ ബാക്കി നമ്മളെ സാധനങ്ങളെ സപ്പോർട്ടും കൂടിയുണ്ട്, ഇതുപോലുള്ള മീറ്ററുകളൊക്കെ. അപ്പോൾ അത് വെച്ച് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ ഏകദേശം മനസ്സിലാവും. അപ്പോൾ നമ്മൾ സ്കാനർ കൊണ്ട് ആദ്യം നമ്മളെ പൈപ്പിൻ്റെ ലൊക്കേഷനൊക്കെ ഒന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ പോയിക്കണമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഡിറ്റക്ടർ വെച്ചിട്ട്, ലീക്കേജ് ഡിറ്റക്ടർ വെച്ചിട്ട് നമ്മൾ നോയ്സ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പൈപ്പ് ലൈന് ഏതിലെ കൂടെയൊക്കെയാണ് പൈപ്പ് ലൈൻ അടിച്ചിട്ടുള്ളതെന്നൊക്കെ നോക്കിയിട്ട് അതൊക്കെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ മാക്സിമം പ്രഷർ കൊടുത്തിട്ട് അതിലാണ് നമ്മൾ നോക്കുക. ഇതാണ് ഇവിടുത്തെ കൺസീൽഡ് കോക്കാണിത്, ഈ ബാത്റൂമിൻ്റെ കോക്കാണ്. അപ്പോൾ ഇത് ഒന്ന് അതിൻ്റെ ഇന്നർ പാർട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേറിട്ട് പോയിരുന്നു, അതുകൊണ്ട് ഇത് ലോക്ക് ആകുന്നില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ അയച്ച് ഇനി ഇതൊന്ന് ക്ലിയർ ആക്കി ലോക്ക് ചെയ്തതിന് ശേഷമേ നമുക്കിത് അടിക്കാൻ പറ്റുള്ളൂ, പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഇന്നർ പാർട്ടിൻ്റെ ഉള്ളിലുള്ള ബുഷുകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തള്ളിപ്പോയിട്ടുണ്ട്. ഒരു ഓറിങ് ഉണ്ട്, ഒരു 2 സെറാമിക് ഡിസ്കുകളുണ്ട്. അപ്പോൾ ഇത് ജാഗ്വറിൽ വരുന്നതാണ് കേട്ടോ, ജാഗ്വറിൻ്റെതാണ്. 1 ഇഞ്ച് കോക്കാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ കിട്ടാൻ വേണ്ടി 1 ഇഞ്ചാണ്. ഇത് PPR ആണ്, പൈപ്പ് ഇവിടെ PPR ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കും തന്നെ നല്ല ധൈര്യത്തിൽ ഇതിൽ പ്രഷർ അപ്ലൈ കൊടുക്കാം. പ്രഷർ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ ഒരു 15 ബാറൊക്കെ നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാം. അപ്പോൾ ഈ കോക്ക് ഇത് ക്ലിയർ ചെയ്തിട്ട് ആ നോബൊക്കെ ടൈറ്റ് ചെയ്തിട്ടിട്ട് വേണം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ ചെക്കിങ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻസ്പെക്ഷൻ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ലീക്കേജ് അതിൻ്റെ അടിയിൽ നിന്നാണ് ആ ലീക്കേജ് നമുക്ക് സൗണ്ട് കിട്ടിയിരുന്നത്. അപ്പോൾ ഏകദേശം ആ സൗണ്ട് കിട്ടിയ ഭാഗത്ത് ഏറ്റവും കൂടുതൽ സൗണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെയാണ് നമ്മളിത് മാർക്ക് ചെയ്യുക. എല്ലായിടത്തും നോക്കിയിട്ട് ഏറ്റവും കൂടുതലും സൗണ്ട് കിട്ടുന്നിടത്ത്. അപ്പോൾ അങ്ങനെ സൗണ്ട് കിട്ടിയ ഒരു സ്ഥലത്ത് നേരെ പ്രഷർ അങ്ങോട്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ വെള്ളം അങ്ങോട്ട് ചീറ്റി. അപ്പോൾ വെള്ളം ചീറ്റിയത് ഈ ടൈൽസിൻ്റെ സൈഡിൽ കൂടെയാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ലൊക്കേഷൻ എവിടെയെന്ന് അപ്പോഴും അറിയുന്നില്ല. വെള്ളം ഇവിടെ വന്നു, അപ്പോൾ ഓക്കെ, ഇവിടെ ഈ ഭാഗത്ത് എവിടെയാണെന്ന് ഉറപ്പിക്കാം. പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു ഉത്ഭവം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ ഇതിലെ കൂടെ ഒക്കെ വെള്ളം ഒലിക്കുന്നുണ്ട്, എല്ലാ സൈഡിൽ കൂടിയും വെള്ളം ഒലിക്കുന്നുണ്ട്. ഒലിച്ചിട്ട് സിമെൻറ്റിൻ്റെ കാരം വരെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ടോപ്പിലെ സൈഡിൽ കൂടി ഒലിക്കുന്നുണ്ട്, അതായത് കയറ്റത്തിലേക്ക് വരെ വെള്ളം എത്തുന്നുണ്ട്. അപ്പോൾ അത്രയും സ്പീഡായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു 15 ബാർ പ്രഷറാണ് കൊടുത്തപ്പോൾ വെള്ളം സ്പ്രെഡായി ഒലിക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് നമ്മൾ ഈ സ്ക്രൂവിൻ്റെ ബോക്സ്, വാഷ് ബേസിൻ്റെ ബോക്സ് അയച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആ ബോക്സിനാണ് ഡ്രില്ലിങ് കുടുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഡ്രില്ലിങ് ബോക്സിന് കുടുങ്ങിയിട്ട് 2 സ്ക്രൂവും കറക്റ്റ് ആ ലൈനിലാണ് വന്നിട്ടുള്ളത്, ആ പൈപ്പിൻ്റെ ലൈനിൽ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഇത് നമ്മൾ പ്രഷർ അപ്ലൈ കൊടുത്തുകൊണ്ടാണ് ഈ ജാതി വെള്ളം വരവ് വരുന്നത്. നേരത്തെ നമ്മൾ എങ്ങനെ തിരഞ്ഞിട്ടും ഇത് കാണുന്നില്ലായിരുന്നു. അപ്പോൾ പ്രഷർ അങ്ങോട്ട് അടിച്ചപ്പോഴാണ് അത്രയും ഫോഴ്സിൽ വന്നതും. അപ്പോൾ നമുക്ക് ആ ലീക്കേജ് അവിടെ തന്നെയാണെന്ന് ചെറുതായിട്ടൊരു ഇത് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, ഒരു നോയ്സ് മാത്രം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ആ വാഷ് ബേസിൻ്റെ ഉള്ളിലടിച്ച സ്ക്രൂവിൽ പൈപ്പിൽ കൊണ്ടിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയത്. അങ്ങനെയാണ്. അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആശാരിമാരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ
പൈപ്പിൻ്റെ ശരിക്കൊരു ഡ്രോയിങ് അവർക്ക് കൊടുത്തിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള പൈപ്പുകളൊക്കെ നിങ്ങൾ അടുപ്പിക്കാൻ പാടുള്ളൂ, ബോക്സുകളൊക്കെ. അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ ആണെങ്കിൽ ടൈൽസിൻ്റെ കബോർഡിൻ്റെ ഉള്ളല്ലാത്ത പുറം ഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും. ഇതൊക്കെയാണെങ്കിൽ വലിയ ഇറ്റാലിയൻ വലിയ മാർബിളാണ്. അപ്പോൾ അങ്ങനത്തെ മാർബിളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾസ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ ബാത്റൂം മൊത്തം പൊളിച്ച് പണിയുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്ലംബർമാരായാലും നമ്മൾ ആശാരിമാർക്കൊക്കെ ഡ്രോയിങ് കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം ഒരു പിക്ചർ ഫോട്ടോസെങ്കിലും എടുത്തിട്ട് ലൈൻ ഇതിലാണ് പോകുന്നതെന്ന് നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് ആ ഭാഗത്ത് ഡ്രില്ലിങ് പൈപ്പില്ലാത്ത ഭാഗത്ത് ഡ്രില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയാം. അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മളിതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ലീക്കേജ് ഡിറ്റക്ടർ, ഹാൻഡ് ടെസ്റ്റ് പമ്പ്, സ്കാനർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.